ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പഴം നിറച്ചതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. പഴം നിറച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഗീ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ, ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5-10 പീസ് മുന്തിരി കൂടി ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പാണുള്ളതെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളർ പരുവത്തിലായി വരുന്നത് വരെ വേണം നമ്മൾ ഇതിന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ തേങ്ങാപ്പണ്ട ഇവിടെ ഒരു ബ്രൗൺ കളർ പരുവത്തിലായി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കായ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഏലക്കായ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ബ്രൗൺ കളർ പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല ഒരു തേങ്ങാപ്പണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോരോ പഴം എടുത്തിട്ട് വേണം അതിലേക്ക് നിറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം സൈസ് പഴം എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും നീളത്തിൽ വരഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ പണ്ടം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിനു മുന്നേ പഴത്തിൻ്റെ 3-4 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉന്നക്കായ, അതേപോലെ കായ്പോള, പഴംപൊരി. ആ വീഡിയോൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബാറ്റർ തയ്യാറാക്കാനുണ്ട്. ഇത് പണ്ടം പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു ബാറ്റർ പരുവത്തിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോ പഴത്തിലും നമ്മളെ തേങ്ങാപ്പണ്ടം നിറച്ചു കൊടുക്കാം. നല്ല നീളത്തിൽ ചീന്തി എടുത്തതിന് ശേഷം വേണം അതിലേക്ക് ഹോൾസ് പരുവത്തിലാക്കിയിട്ട് പണ്ടം നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടം രണ്ട് സൈഡിലും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഓരോരോ പഴവും നിറച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ പണ്ടങ്ങൾ ഫില്ല് ചെയ്തിട്ട് വെക്കാം. ഇതേപോലെ 2 സൈഡിലും നമ്മളെ മൈദേൻ്റെ ബാറ്റർ ഇതാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. 2 സൈഡിലും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് ഓയിൽ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടും വളരെ ക്രിസ്പി ആയിട്ടുള്ള പഴം നിറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള വീണ്ടും മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.